നല്ല വലിയ ഒരു മീനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിടിച്ചാൽ അധികം നേരം അയില പിടിച്ചിട്ട് വായ കണ്ടോ എന്ത് വലുതാന്ന് നോക്കി. ഇതിനവിടെ ബുഷ എന്നാണ് പറയുന്നത്. ബുഷ നല്ല മീനാണത്. ഇതിപ്പോൾ 30 കിലോ ഉണ്ട്. ഇതിനെ പിടിക്കാൻ കഴിച്ച പാടെന്ന് പറയുന്നത് ചില്ലറയൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ സാധനം ഇവിടെ എത്തി. ഞങ്ങളെല്ലാവരും കൂടി ഇതിനെ മുറിക്കാൻ പോവാം. അതിൽ തന്നെ ഇതിനെ ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ പഞ്ഞിലുണ്ടാവുമെന്ന് പറയാം. ഞാനൊരു പ്രത്യേക രീതിയിലായിരിക്കും ഇതിൻ്റെ ചെതമ്പൽ എടുക്കാൻ പോകുന്നത്. നിറയെ ഇറച്ചിയാണേ. ഫ്രഷ് കണ്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നൊക്കെ പറഞ്ഞാൽ ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ വലിപ്പം കണ്ടോ? ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ? എന്നാ വലുതാണെന്നറിയോ? പൊക്കം പോലും പറ്റുന്നില്ല. ആ മാതിരി വലുതാണ്. 30 കിലോ എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോൾ ഞാനത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെതമ്പിൾ നാട്ടിൽ വേറെ രീതിയിൽ എടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഞാനിതിൻ്റെ ചെതമ്പിൽ എടുത്തുകൊണ്ടിരിക്കുക. നല്ല മൂർച്ചയുള്ള കത്തിയാണ്. നല്ല സ്ട്രോങ് ആണ്. ഈ മീനെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതിനെ പിടിക്കാൻ കിടക്കത്തില്ല. എളുപ്പമല്ല ഇതിനെ പിടിക്കാനായിട്ട്. ഇത് ഇറച്ചി തിന്നത്തില്ല. ഇത് സസ്യബുക്കാണ് ഈ മീൻ. അതുകൊണ്ട് തന്നെ ഞാൻ പിടിക്കാൻ ബുദ്ധിമുട്ട്. ചൂണ്ടയിട്ട് പിടിച്ചതാണ്. നമ്മൾ ഇതുപോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെതമ്പിൽ കഴിയുന്നത് ഇങ്ങനെ ഉരച്ചാണല്ലോ കളയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പ്രത്യേക രീതിയിൽ നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ അടുത്തിരിക്കുന്ന അച്ഛൻ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കുറേയൊക്കെ ക്ലീൻ ചെയ്തു. ഇതേ രീതിയായി. 2 സൈഡും പോക്കാൻ പറ്റുന്നില്ല മാതിരി. കാരണം ഇതൊന്ന് അരിക്ക് ഒന്ന് വരഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് തിങ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പായയിൽ പല്ലില്ല. പല്ല് ഇത് എവിടെയോ 1-2 അത് പല്ലായിട്ടൊന്നും തോന്നില്ല. പക്ഷെ ഇത് ഭയങ്കര ബലം. ഇതിന് ഇതെന്നാന്ന് അറിയത്തില്ല സാധനം. പിന്നെ നാക്കും കാണാനില്ല. ഇതൊക്കെ എവിടെ പോയി കിടക്കുകയെന്ന് അറിയത്തില്ല. നാക്കും അവിടെ 2 കൈയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകും. ആ മാതിരി വെട്ടാണ്. നമുക്ക് ആദ്യം തലയൊന്നും വെട്ടുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഇപ്പോൾ പിടിച്ചാറുണ്ട്. നല്ല ചുവന്നായിരിക്കുന്നത്. എൻ്റെ വായ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും. ഒരു 5 കിലോട്ടുണ്ട്. നല്ല ഇറച്ചിയുണ്ട് ഇവിടെ. നല്ല ഇറച്ചി. എത്ര വലുതാന്ന് നോക്കി. അതിന് പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊക്കെ ഇത് ചവിട്ടി പൊട്ടിക്കാറുണ്ട്. എനിക്ക് വലുതാക്കി ഒരു ഫുട്ബോൾ പോലെ, ചെറിയൊരു ഫുട്ബോൾ പോലെ. പക്ഷേ നമുക്ക് ഒത്തിരി പഞ്ഞീനുണ്ട്. ഒരു 2 കിലോ പഞ്ഞീനെങ്കിലും ഉണ്ട് മിനിമം. ഉണ്ടോ? ഓക്കെ, നമുക്ക് കഷ്ണാക്കാം. അത് കഴിഞ്ഞു
ഇത് മുഴുവൻ ഇറച്ചിയാണ്. ഇപ്പോൾ നമ്മൾ മീനിൻ്റെ വെട്ടി നുറുക്കിയതിൻ്റെ അവസാനം എത്തിയപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്നുള്ള ഇറച്ചിയൊക്കെ നമ്മളെടുത്തു, കണ്ണെടുത്ത് കളഞ്ഞു. ഇനി ഇതുകൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് സൂപ്പ് ഉണ്ടാക്കും. ഇത് തലയാണ്, നല്ല ഇറച്ചിയുള്ള ഭാഗമാണ്. ഇപ്പോൾ രണ്ടായിട്ട് കണ്ടിച്ചിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തുള്ള ഓയിലൊക്കെ. ഇതൊക്കെ സൂപ്പിൽ നന്നായിട്ട് പിടിക്കും. ഇത് മീനിൻ്റെ നാക്കാണ്. അതൊക്കെ ഇതിനകത്തങ്ങ് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇറച്ചിയൊക്കെ അവിടെയുണ്ട്, നിർത്തി വെച്ചിരിക്കുക. കുറച്ച് ഇറച്ചി കൊണ്ടുപോയി, അതിപ്പോൾ കറി വെക്കാനായിട്ട് കൊണ്ടുപോയിരിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മീനെയൊക്കെ നമ്മൾ കറി വെക്കുക, ഫ്രഷ് മീൻ. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ, അങ്ങരയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള മീനുകളൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒത്തിരി നന്ദി. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പുറത്ത് വെച്ച് ക്ലീൻ ചെയ്ത മീൻ ഇപ്പോൾ നമ്മുടെ പാത്രത്തിൽ എത്തിയിട്ടുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. അല്പം അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മീനിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഈ മണത്തിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പരുവത്തിലായി നമ്മുടെ ആ മീൻ. നല്ല ടേസ്റ്റാണ്, ഇന്ത്യൻ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ അടുത്തിരിക്കുന്ന അച്ഛനാണ് അതിൻ്റെ ക്രിയേഷൻ. അപ്പോൾ ഫിഷ് ഫ്രൈ ആന്ധ്ര സ്റ്റൈൽ. യെസ്. സോ വെരി ടേസ്റ്റി, വെരി നൈസ്. യെസ്, താങ്ക് യു.